മടിയാണ് ഗൈസ്. എല്ലാ ദിവസവും വിചാരിക്കും എന്തെങ്കിലുമൊക്കെ അടിപൊളിയായിട്ട് ചെയ്യണമെന്ന്, പക്ഷെ ഒന്നും നടക്കാറില്ല. എന്താണെന്നറിയത്തില്ല, ശനിയാഴ്ചകൾ മാത്രം എനിക്കൊരു വല്ലാത്ത മടിയാണ്. മടി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. എന്തെങ്കിലും ചെയ്തു തുടങ്ങിയാലോ അത് ഞാൻ പാതിക്കിട്ടിട്ട് പോകും. കുറേ നേരം ഈ സോഫയിൽ കിടന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന്. ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിലും ഇനി ഒരുപാട് അങ്ങ് ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു ബോറടിക്കാൻ വയ്യ. അത് ഞാൻ അങ്ങ് നിർത്തി. അപ്പം തോന്നി ഇനി ഒരു ബുക്ക് വായിച്ചാലോ എന്ന്. ഈ ബുക്ക് വായിക്കുന്നത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണെന്ന് പണ്ട് 5ാം ക്ലാസ്സിൽ അയച്ച സാറ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിക്കാം. അങ്ങനെ ഒന്ന് തപ്പിയപ്പോൾ കിട്ടിയതൊന്നും സെറ്റായില്ല. നമുക്ക് വേണ്ടത് നല്ല മോട്ടിവേഷൻ ആണല്ലോ. നല്ല മോട്ടിവേഷനൊക്കെ തരുന്ന 1-2 പേരെ അറിയാം, പക്ഷെ അവരെ ഒന്നും ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല. ആറ്റോമിക് ഹാബിറ്റ്സ്, ഇത് കൊള്ളാം. നല്ലൊരു ഫ്രഷ് മണമൊക്കെ ഉണ്ട്. തൽക്കാലം ഇത് മതി. എന്നാൽ ഒന്ന് വായിച്ചേക്കാന്ന് കരുതി നേരെ ഡൈനിങ് ടേബിളിലേക്ക് ചെറുതായിട്ടൊന്ന് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇരിപ്പ് ഡൈനിങ് ടേബിളിലായോണ്ടാണോ എന്നറിയില്ല, ഒരു ബിരിയാണി കഴിക്കാനൊരാഗ്രഹം. എന്നാൽ അത് നേരെ പൊണ്ടാട്ടി എടുത്ത് പറയാമെന്ന് കരുതി നേരെ അങ്ങോട്ട് പോയപ്പോൾ കുറേ തുണി ഇങ്ങനെ അലക്കിയിട്ടിരിക്കുന്നു. പാവം തുണിയെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്. ഒന്ന് മടക്കി കൊടുത്ത് ഹെൽപ്പ് ചെയ്യാം. ഈ പുതിയ കാലത്തിൽ ഇക്വാളിറ്റി ആണല്ലോ മെയിൻ. അപ്പം നമ്മളെല്ലാം ചെയ്യണം. ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റഡ് ആയി. ആ ബുക്ക് 2 പേജ് വായിച്ചപ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. കൊള്ളാലോ, ഇതാണ് ബെസ്റ്റ് ടൈം. കുറച്ചുകൂടി ഒന്ന് മോട്ടിവേറ്റഡ് ആവാം. നേരെ ലാപ്പെടുത്തു. യൂട്യൂബിലെ ചേട്ടൻ്റെ മടി മാറ്റാനുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. 10 മിനിറ്റ് വീഡിയോ ആണ്. ഞാൻ 2 മിനിറ്റ് കണ്ട് അപ്പം തന്നെ ഞാനൊന്ന് ഓണായി. ആ ഒരു മൂഡിൽ അപ്പം തന്നെ 1-2 കാര്യം ഞാൻ പിൻബോർഡിൽ എഴുതിയും വെച്ച്. പെട്ടെന്നാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. അത് സെറ്റ് ചെയ്യാൻ നേരെ പൊണ്ടാട്ടിയുടെ അടുത്തേക്ക് വീണ്ടും. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ പണ്ട് ആരോ പറഞ്ഞതാണ്, പക്ഷെ ആരാ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. എന്നാലും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. രുദ്രാക്ഷം ഇട്ട് കഴിഞ്ഞാൽ ഫുൾ പോസിറ്റീവ് ആണെന്ന്. എൻ്റെ കയ്യിൽ വേറൊരെണ്ണം ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത കാലത്ത് കൂട്ടിപ്പോയി. ഇതിപ്പോൾ പുതുതായിട്ട് വാങ്ങിയത്. നോക്കട്ടെ ഇതിനാ പോസിറ്റിവിറ്റി ഉണ്ടോയെന്ന്. പെട്ടെന്നൊരു കോളിംഗ് ബെൽ. ഇടയ്ക്ക് ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണിക്ക്. അത് വന്നതാണ്. ഇനി ചിക്കൻ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ രുദ്രാക്ഷം കഴിക്കണമല്ലോ. ദൈവമേ, മോട്ടിവേഷനൊക്കെ പോവോ. അങ്ങനെ കുറേ നേരത്തെ പണിക്ക് ശേഷം ബിരിയാണി റെഡിയായി. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെറ്റാക്കാം. കഴിക്കാൻ ഞാൻ ഒറ്റയ്ക്കുള്ള കേട്ടോ. ബിരിയാണി കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എനിക്കെന്തോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഭാര്യ പറയും ഞാൻ SP ആണെന്ന്. സ്വയം ഫുഡ് ഉണ്ടാക്കിയിട്ട് സ്വയം അടിപൊളിയാണെന്ന് പറയും. പക്ഷെ എന്നെപ്പോലെ സ്വയം ഫുഡ് ഉണ്ടാക്കിയിട്ട് അടിപൊളി എന്ന് പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ബിരിയാണി അത്ര മോശമൊന്നുമല്ല കേട്ടോ, പക്ഷെ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ബിരിയാണി കഴിച്ച ശേഷം പെട്ടെന്നൊരാഗ്രഹം, ഒരു സർബത്ത് കുടിക്കാൻ. അങ്ങനെ അതിൻ്റെ സാധനങ്ങൾ തപ്പുവാണെങ്കിൽ ഞാൻ ഇനി നമുക്ക് പെട്ടെന്നൊരു സർബത്ത് ഉണ്ടാക്കാം. അതിനുവേണ്ടി അരമുറി നാരങ്ങ, 3 സ്പൂൺ സർബത്തിൻ്റെ ലിക്വിഡ്, പിന്നെ കുറച്ചുപ്പും പിന്നെ കുറച്ച് സോഡയും. സംഭവം റെഡി. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അതും കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണം. നേരെ ബെഡ്റൂമിലേക്ക്. ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ആലോചിച്ചു, ശരിക്കും ഇന്ന് ഈ ബിരിയാണി വെച്ചതല്ലാണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാൻ പോയതെല്ലാം ഞാൻ പാതിക്ക് വെച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോന്നിട്ടുണ്ട്. ശരിക്കും ഇതാണോ മടി?